സർവമായ പ്രേത സിനിമയാണേലും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇത് നിവിന്റെ കംബാക്ക് പടമാണെന്ന് വേണേലും പറയാം. അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉണ്ട്. അജുന്റെ കോമഡിയൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. ഇതിലെ മെയിൻ ആളാരാ? ദിലുലു. നമ്മുടെ ദിലുലു നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ദിലുലു. എൻ്റെ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് പറയാട്ടോ. ഞാനിപ്പോൾ നിൽക്കണ വീട്ടിൽ എന്തോ ഒരു എനർജി ഉണ്ട്. പ്രേതം. ഒരു ദിവസം ലേറ്റ് നൈറ്റ് ആയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ സം സോർട്ട് ഓഫ് ഡിസ്റ്റർബൻസ് ഐ ഫെൽറ്റ്. മൈൻഡ് ചെയ്തില്ല ഇവിടുത്തെ പ്രേതം ആയിരിക്കും എന്നാ വിചാരിച്ചേ. പിന്നെയുള്ള ദിവസങ്ങളിലും എവറി നൈറ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരുന്നു. സോ ഐ ന്യൂ ദിസ് ഇസ് സംതിങ് എൽസ്. അപ്പോൾ എന്താന്നിരുന്ന് പരതി നോക്കുമ്പോഴാണ് നമ്മുടെ പറമ്പിൽ മരിച്ച ഒരാളുടെ സാധനം, ചെരുപ്പ്, അയാൾ യൂസ് ചെയ്ത ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച കുപ്പിയൊക്കെ കൊണ്ടിട്ടേക്കാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ ആരാ കൊണ്ടിട്ടേ? സ്വന്തം തള്ള. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തള്ളയുടെ കീച്ചലൊന്ന് കാണണമായിരുന്നു. പക്ഷേ ഇത് റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പം ശരിക്കും അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒരു അമ്മ ഇങ്ങനെ ചെയ്യാന്ന് പറയണത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് മകൻ മരിച്ചു കഴിഞ്ഞപ്പം അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേറൊരാളുടെ പറമ്പിൽ വേസ്റ്റ് കളയുന്ന പോലെ കൊണ്ടിട്ടേക്കുക. അതിൻ്റെ വ്ളോഗ് ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? ഈ സിനിമ സർവമായ നല്ല അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. വർത്ത് വാച്ചിങ് ആണ്. പിന്നെ ഏതെങ്കിലും സിനിമ ഇതുപോലെ റിവ്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.